90% സമയവും നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ടും ഒരു അടവ് പോലും മുടങ്ങാതെ എല്ലാ വർഷവും നമ്മൾ പേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കാർ ഇൻഷുറൻസ്. കാരണം എല്ലാവർക്കും എല്ലാ വർഷവും ആക്സിഡന്റ് നടക്കാറില്ല. ഇതാണ് അസിമെട്രിക് ബെറ്റ്. പക്ഷേ ചോദ്യം, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു അസിമെട്രിക് ബെറ്റ് എടുക്കുന്നത് എന്നതാണ്. കാരണം നമുക്ക് ആക്സിഡന്റ് ഒന്നും നടന്നില്ല എങ്കിൽ നമുക്ക് വരുന്ന നഷ്ടം ഫിക്സ്ഡ് ആണ്. അതെത്രയാണ്? നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള നഷ്ടം വരാനുള്ള ചാൻസസ് നമ്മുടെ മുന്നിലുണ്ട്. സോ ആക്സിഡന്റ് വരാനുള്ള ചാൻസസ് കുറവാണെങ്കിലും ആക്സിഡന്റ് നടന്നാൽ നമുക്ക് പൊട്ടൻഷ്യലി വന്നേക്കാവുന്ന ആ ഹ്യൂജ് ലോസിനെ ക്യാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അസിമെട്രിക് ബെറ്റ് എടുക്കുന്നത്. ഇനി നമുക്ക് നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു അസറ്റ്, എനിക്കതിൽ തീരെ വിശ്വാസമില്ല, 80% എനിക്ക് വലിയ ഹ്യൂജ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ആ ഇൻവെസ്റ്റ്മെന്റിന് ഗ്രോത്ത് വന്നാൽ അത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള ഗ്രോത്ത് ആണ് എങ്കിൽ പോയാൽ പോട്ടെ എന്ന് വെച്ച് ചിലപ്പോൾ ഒരു കുഞ്ഞു പോർഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലേ? ഇതും ഒരു അസിമെട്രിക് ബെറ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിറ്റ്കോയിനെ പറ്റിയാണ്. പക്ഷേ എല്ലാവരോടും അല്ല. ബിറ്റ്കോയിനിൽ വലിയ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളോട് ഞാൻ ഇന്ന് നിങ്ങളുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ആൻസർ കിട്ടാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ബിറ്റ്കോയിനിൽ ഒട്ടും വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ ബിറ്റ്കോയിനിൽ ഒരു അസിമെട്രിക് ബെറ്റ് എടുത്ത് വെറും 1% അലോക്കേഷനിലോട്ട് വരണോ, അതോ 0 എക്സ്പോഷറിൽ തന്നെ തുടരണോ? അങ്ങനെ 0 എക്സ്പോഷറിൽ നിന്നാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇതാണ് അൾട്ടിമേറ്റ് ചോദ്യം. ബിറ്റ്കോയിനെ പറ്റി മലയാളത്തിൽ നല്ല ക്വാളിറ്റി ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആ ശ്രമത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ബിറ്റ്സേവ് ആണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത്. വീഡിയോയിൽ മുന്നോട്ട് ബിറ്റ്സേവിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് ബിറ്റ്കോയിൻ ഫെയിൽ ആകും, 0 ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. അപ്പോഴുള്ള ഒരേ ഒരു ചോദ്യം, ബിറ്റ്കോയിൻ 0 ആകും എന്ന് നമുക്ക് 100% സർട്ടൺ ആണോ? അതായത് 100% ഉറപ്പുണ്ടോ? അങ്ങനെ അബ്സല്യൂട്ട് ഗ്യാരണ്ടി നമുക്ക് ഒന്നിലും പറയാൻ പറ്റില്ല. പോട്ടെ, 100% വേണ്ട, 99% ബിറ്റ്കോയിൻ ഫെയിൽ ആകും എന്ന് നമ്മൾ കരുതുന്നു. ഓക്കെ, സോ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന 2 സെനാരിയോകൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സെനാരിയോ നമ്പർ 1, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഫെയിൽ ആകുന്നു. 99% നമ്മുടെ വ്യൂ പോയിന്റിൽ നടക്കാൻ പോകുന്നത് ഇതാണ് ആണല്ലോ. ഇനി സെനാരിയോ നമ്പർ 2, ആ ബാക്കി കിടന്ന ആ 1% പോലെ ബിറ്റ്കോയിൻ വേറെ ലെവലിലോട്ട് പോകുന്നു. നമ്മുടെ പോർട്ട്ഫോളിയോ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിൽ ബിറ്റ്കോയിൻ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 1% ചാൻസിൽ നമ്മുടെ വ്യൂ പോയിന്റ്. അതിന് വെറും 1% പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിന്റിൽ. അപ്പോൾ ഈ വ്യൂ പോയിന്റ് വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുന്നിൽ 2 ചോയ്സസ് ആണുള്ളത്. ഒന്നാമത്തെ ചോയ്സ് 0 എക്സ്പോഷർ, അതായത് ഞാൻ 1 രൂപയ്ക്ക് പോലും ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നില്ല, ഞാൻ ബിറ്റ്കോയിനിലേക്ക് തിരിഞ്ഞ് തന്നെ നോക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചോയ്സ് എടുത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 2 സെനാരിയോ ഉണ്ടല്ലോ, അതിലെ ആദ്യത്തെ സെനാരിയോ വന്നാൽ, അതായത് ബിറ്റ്കോയിൻ ഫെയിൽ ആയി പോയാൽ ഞാൻ പണം ഒന്നും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, സോ എനിക്ക് നഷ്ടവും വരാൻ പോകുന്നില്ല. ഇനി സെനാരിയോ 2 ആണ് നടക്കുന്നത് എങ്കിൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് എനിക്ക് സംഭവിച്ചത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അതേ വ്യൂ പോയിന്റ് വെച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ മുന്നിലുള്ള രണ്ടാമത്തെ ചോയ്സ് എന്താണ്? ഞാൻ എൻ്റെ ഇൻവെസ്റ്റിങ്ങിന്റെ 1% മാത്രം ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വെക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് സെനാരിയോ 1 സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? എൻ്റെ 1% പണം നഷ്ടമാകും. ഇനി സെനാരിയോ 2 ആണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. സോ നമ്മൾ ഇനി നേരെ തിരിച്ചു ചെന്നിട്ട് നമുക്ക് ഹ്യൂജ് ലോസ് തരുന്ന ആ സെനാരിയോ നമ്മൾ നോക്കിയാൽ നമ്മൾ 0 എക്സ്പോഷറിൽ നിൽക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇനി വേറെ ഒരു ലോസ് വരാനുള്ള ചാൻസ് എവിടെയാണ്? സെക്കൻഡ് ചോയ്സിൽ ഫിക്സ്ഡ് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു അസിമെട്രിക് ബെറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഈ സെനാരിയോസ് ഒക്കെ വളരെ ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞാൽ, ബിറ്റ്കോയിൻ ഫെയിൽ ആകുമെന്ന് ഞാൻ 99% വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ 1 രൂപ പോലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ബിറ്റ്കോയിൻ പൊളിഞ്ഞു പോയാൽ എനിക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ ബിറ്റ്കോയിൻ ഹ്യൂജ് ഗ്രോത്ത് എനിക്ക് തന്നാൽ എനിക്ക് വരാൻ പോകുന്നത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ലോസ് ആണ്. പക്ഷേ ബിറ്റ്കോയിൻ 1% രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി ഞാൻ കുറച്ച് പണം ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് ഒരു 1% എൻ്റെ ഇൻവെസ്റ്റിങ്ങിന്റെ 1% ഞാൻ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്താൽ, അവിടെയും എനിക്ക് ബിറ്റ്കോയിൻ ഫെയിൽ ആയാൽ നഷ്ടമാവാൻ പോകുന്നത് എൻ്റെ 1% ആണ് എങ്കിൽ, ബിറ്റ്കോയിൻ നല്ല രീതിയിൽ റിട്ടേൺസ് തന്നാൽ, മുന്നോട്ട് ഗ്രോ ചെയ്ത് വന്നാൽ എനിക്ക് വരാൻ പോകുന്ന റിട്ടേൺസും ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ഈ സെനാരിയോ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ നമുക്ക് ഹ്യൂജ് ലോസ് വരാനുള്ള ചാൻസ് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്, നമ്മൾ ബിറ്റ്കോയിനിൽ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു അസിമെട്രിക് ബെറ്റ് എടുക്കണോ എന്നത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ലോജിക്കും ഉപയോഗിച്ച് നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാം. ഇനി ഞാൻ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് ഞാൻ പറയാം. വളരെ സ്കാമിയായ പല മണി ചെയിൻ തട്ടിപ്പും അതിന് 1% ചാൻസ് ഉണ്ടല്ലോ എന്ന് വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്നൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ മിക്ക ആളുകളും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ലോകത്തിൽ തന്നെ പല
തരത്തിലുള്ള സ്കാമുകളുണ്ട്. പെട്ടെന്ന് നമുക്കൊരു സ്കാമിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒന്നാമത്, എത്ര കാലം അത് സ്ട്രോങ് ആയിട്ട് സർവൈവ് ചെയ്യുന്നു എന്നുള്ളത്. രണ്ടാമത്, എക്സ്പേർട്സ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക. നമ്മൾ പറയുന്ന ഈ മണി ചെയിൻ പോലുള്ള സ്കാംസ് ഒന്നും സർവൈവ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഫിനാൻസിലുള്ള എക്സ്പേർട്സ് അതിലോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ബിറ്റ്കോയിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ ഇപ്പോൾ തന്നെ എത്ര കാലം സർവൈവ് ചെയ്തു എന്ന് നമ്മൾ മുന്നിൽ കണ്ടു. ഇനിയും നമുക്ക് മുന്നോട്ട് അത് കാണാം. ഇനി രണ്ടാമത് എന്താണ്, എക്സ്പേർട്സ് എന്താണ് ചെയ്യുന്നത്? അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം. റീസെന്റ് ആയിട്ട് നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ബാങ്ക് ഓഫ് അമേരിക്ക പോലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ അഡ്വൈസേഴ്സിനെ ബിറ്റ്കോയിൻ ETF 1 തൊട്ട് 4% വരെ അലോക്കേഷൻ അലോ ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ സൂക്ഷിക്കണം, ഇത് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് അല്ല, ട്വിറ്റർ ത്രെഡ് അല്ല, ഡെക്കേഡ്സ് ഓഫ് റിസ്ക് മോഡലും കംപ്ലയൻസ് ടീമും ലീഗൽ ടീമും എല്ലാം കഴിഞ്ഞ് എടുക്കുന്ന ഡിസിഷനാണ്. ബ്ലാക്ക് റോക്ക്, ഫിഡലിറ്റി, മോർഗൻ സ്റ്റാൻലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ക്ലയൻസിന് സ്മോൾ പെർസെൻറ്റേജ് എക്സ്പോഷർ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങി. ഇതിലൊന്നിലും ആരും പറയുന്നില്ല കയ്യിലുള്ളതെല്ലാം ബിറ്റ്കോയിനിൽ ഇടുമെന്ന്. മെസ്സേജ് വളരെ ക്ലിയർ ആണ്, ഡോണ്ട് ഗോ സീറോ. ഈ ഗെറ്റ് ഓഫ് സീറോ എന്ന് പറയുന്ന ഐഡിയ ആക്ച്വലി സൈക്കോളജിയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക. പക്ഷേ ഫിനാൻസിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നത് ഒരു ആക്റ്റീവ് ഡിസിഷനാണ്. ക്യാഷ് ബാങ്കിലിട്ടിരിക്കുക, സീറോ എക്സ്പോഷർ എടുക്കുക, എല്ലാം ഒരു സൈഡ് ബെറ്റ് തന്നെയാണ്. ബിറ്റ്കോയിനും അതുപോലെ തന്നെയാണ്. നമുക്ക് ആർക്കും എക്സാക്റ്റ് ആയിട്ടുള്ള ഓഡ്സ് അറിയില്ല, പക്ഷേ പ്രോബബിലിറ്റി സീറോ അല്ല എന്ന് നമ്മളിപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നമ്മളും എക്സ്പേർട്സും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിലൊരു സൈക്കോളജിക്കൽ ട്രാപ്പ് കൂടിയുണ്ട്. ബിറ്റ്കോയിൻ വാങ്ങിയാൽ ഡെയിലി പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അത് നമ്മളെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യും. പക്ഷേ നമ്മുടെ അലോക്കേഷൻ വളരെ സ്മോൾ ആണ് എങ്കിൽ അത് നമ്മളെ സ്ലീപ്ലെസ് ഒന്നും ആക്കാൻ പോകുന്നില്ല, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോകുന്ന റിഗ്രറ്റിനെ 0% മാറ്റും. ഒരു 10 വർഷം കഴിഞ്ഞ് ബിറ്റ്കോയിൻ സക്സീഡ് ആയാൽ നമ്മൾ പറയും, പണ്ടൊരു ചെറിയ എമൗണ്ട് ഇട്ടാൽ മതിയായിരുന്നു എന്ന്. അതാണ് ഈ ഗെറ്റ് ഓഫ് സീറോ ഫിലോസഫിയുടെ കോർ. പക്ഷേ ഇതിന് മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. ബിറ്റ്കോയിൻ ഫെയിൽ ആയാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ എമൗണ്ട് ആണ്. പക്ഷേ സക്സീഡ് ആയാൽ നിങ്ങൾ ഓൾറെഡി ആ ഗെയിമിലാണുള്ളത്. നിങ്ങൾ സ്പെക്ടേറ്റർ അല്ല, നിങ്ങളൊരു പാർട്ടിസിപ്പൻ്റ് ആണ്. സോ ഹൗ മച്ച് ഷുഡ് യു ഇൻവെസ്റ്റ്? ആ ഒരു ചോദ്യത്തിന് വളരെ സിമ്പിളായ ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ, നിങ്ങൾക്ക് ഇമോഷണലി കംഫർട്ടബിൾ ആയ എമൗണ്ട് പ്ലസ് ഇന്റലക്ച്വലി സീറോ ആവാത്ത എമൗണ്ട്. അത് 1% ആവട്ടെ, 2% ആവട്ടെ, 0.5% ആവട്ടെ, നിങ്ങൾക്ക് ഇമോഷണലി കംഫർട്ടബിൾ ആവുന്ന ആ ഒരു എമൗണ്ട്. പിന്നീട് മുന്നോട്ട് ടൈമിനൊപ്പം നമുക്ക് ആ കാര്യങ്ങൾ റിവ്യൂ ചെയ്യാം. ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ, അതെല്ലാം നിങ്ങളുടെ മുന്നോട്ടുള്ള ക്ലാരിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോ ബിറ്റ്കോയിൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ല, ഡൗട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, സ്കെപ്റ്റിക്സിന് വേണ്ടിയിട്ടാണ്. ഐ ഡോണ്ട് ബിലീവ് ബട്ട് വാട്ട് ഈഫ് എന്ന ചോദ്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ബിറ്റ്കോയിൻ ഈ ലോകത്ത് ഒരു ന്യൂ ഫൈനാൻഷ്യൽ ലെയർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ എതിർപ്പുണ്ടായേക്കാം, നമുക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷേ അതിനെ മുഴുവനായിട്ട് ഇഗ്നോർ ചെയ്യുക എന്നത് ഒരു ഓപ്ഷൻ ആണോ എന്ന് നമ്മൾ 2 വട്ടമെങ്കിലും ചിന്തിക്കണം. നമ്മുടെ കയ്യിലുള്ളതെല്ലാം അതിൽ കൊണ്ട് ഇടണമെന്നൊന്നുമില്ല. സീറോയിൽ നിന്ന് മൂവ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം. നൗ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ കൺസിഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് പലതും ഉണ്ട്. മുന്നേ ഉള്ള എൻ്റെ വീഡിയോസിലും ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റിലും ഒക്കെ ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തിരുന്നു. ഈ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിറ്റ്സേവ്. വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് ഇൻറ്റ്യൂറ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ബിറ്റ്സേവിന്. അടുത്തൊരു കാര്യം, ഇവരെങ്ങനെയാണ് ബിറ്റ്കോയിൻ സൂക്ഷിക്കുന്നത് എന്നതാണ്. ഇവിടെ മറ്റൊരു വാലറ്റ് സർവീസ് എടുത്തല്ല ഇവരിത് സൂക്ഷിക്കുന്നത്. ഇവരുടെ വാലറ്റിന്റെ കീ പല ഹാർഡ്വെയർ വാലറ്റ്സിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലത്തായിട്ട് ഹൈ സെക്യൂരിറ്റിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനെ മൾട്ടി സിഗ് എന്ന് പറയും. ഇതുവരെ ഇങ്ങനെ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനോടൊപ്പം നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല UPI വെച്ച് പേയ്മെന്റ്സും ചെയ്യാം. നിങ്ങൾ ലോങ് ടേമിലാണ് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്സേവ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ലോങ് ടേം തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ ഒരു റെസ്ട്രിക്ഷനും വരുന്നില്ല. നിങ്ങൾക്ക് ബിറ്റ്സേവ് പ്ലാറ്റ്ഫോം ചെക്കൗട്ട് ചെയ്യണം എങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്യാം. ബിറ്റ്കോയിനെ പറ്റി ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. സമയമുള്ളപ്പോൾ ആ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.